നിവിൻ പോളിയേക്കാൾ നല്ല സംഗീത ഉഗ്രനായിട്ടുണ്ട്. സംഗീതമാണ് മെയിൻ കൈകാര്യം ചെയ്യുന്നത്, റോള് കൈകാര്യം ചെയ്യുന്നത്. സംഗീതത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടുണ്ട് പടം കേട്ടോ. വെറുതെ ഒരു സിനിമ 2 മണിക്കൂർ കണ്ട് പാട്ടോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഇത് സബ്ജക്റ്റാണ് ഈ സിനിമ, കഥയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. എല്ലാവരും ലിജോ മോള് നല്ല രീതിയിൽ തന്നെ ലിജോ മോൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. കഥയാണ് അതിൻ്റെ. സംഗീതം നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീതം മാത്രമല്ല, അനുമോൾ പുള്ളിക്കാരുടെ പേര് എന്തോ ഒരു മോളാണല്ലോ. പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട്. നിവിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല പക്ക അഭിനയമാണ് ലിജോ മോൾ ചെയ്തിരിക്കുന്നത്. ഇതിന് ഓരോ കഥാർത്ഥം. പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ, നമുക്ക് ഡയറക്ടർ തിരഞ്ഞെടുത്തേക്കുന്നതിൽ ആ ഡയറക്ടറെ സംബന്ധിച്ച്, കാരണം ഇതിൻ്റെ DOP BGM ഒക്കെ സൂപ്പറാണ്. നമ്മൾ നല്ലൊരു ത്രില്ലിങ് ചിത്രം കാണുന്നതിന് തുല്യമാണ്. എന്തായാലും ബേബികൾ എന്ന സിനിമ മലയാളത്തിൽ മറ്റൊരു സൂപ്പർ ഹിറ്റായി മാറുമെന്നതിൽ യാതൊരു സംശയമില്ല. ഇത് പല ഭാഷകളിലും മൊഴിമാറ്റം ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അത്രയ്ക്കും നല്ലൊരു ശക്തമായ തിരക്കഥ, അഭിനേതാക്കളൊക്കെ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. കാരണം സൂപ്പർ ഫാമിലിയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയൊരു നല്ലൊരു മൂവിയാണ്. കാസ്റ്റിംഗ് ആയാലും വെരി ഗുഡ്. നിവിൻ പോളിയുടെ സംഗീതം ആക്ച്വലി ഒരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് റോളായിരുന്നു. സോ നല്ലൊരു ആക്ച്വലി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. കാരണം എൻഡിങ് ആയാലും നമുക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്യുന്ന പോലൊരു മൂവി ആയിരുന്നു. കാരണം നിവിൻ പോളി ആയാലും നല്ലൊരു കാസ്റ്റിലാണ് ഉണ്ടായത്. എല്ലാവരും പോയി കാണാം. നിവിൻ പോളിയേക്കാൾ നല്ല സംഗീത ഉഗ്രനായിട്ടുണ്ട്. സംഗീതമാണ് മെയിൻ കൈകാര്യം ചെയ്യുന്നത്, റോള് കൈകാര്യം ചെയ്യുന്നത്. സംഗീതത്തിൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടുണ്ട് പടം കേട്ടോ. നിവിൻ പോളിയും കൊള്ളാം, പക്ഷേ ഇതിനകത്ത് റോള് കൂടുതൽ സംഗീതനാണ് മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത്. വലിയ എല്ലാം കൊള്ളും, കുഴപ്പമില്ല. നല്ലൊരു സസ്പെൻസ്, അവസാനം നല്ലൊരു സസ്പെൻസിൻ്റെ പടം തീരുന്നത്. നല്ലൊരു പടം, ട്രാഫിക്കിൻ്റെ മോഡല് ഒരു പടം ചർച്ച ചെയ്യുന്നൊരു കഥയാണ്. ഇത് ഈടെ നടന്ന ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട്. പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടത് സംഗീതം നല്ല റോൾ ഉഗ്രനായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. നിവിൻ പോളിയേക്കാൾ ഒരു പടി മുന്നിൽ സംഗീതം പോയേക്കുന്നത് കേട്ടോ. നല്ല പടം, ഉഗ്രം. ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകർക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കൊന്നും പറയാനില്ല. നിങ്ങൾ വിചാരിച്ചതിൻ്റെ മുകളിലായിരിക്കും ഈ സിനിമ. നല്ല സബ്ജക്റ്റും കൂടിയിട്ടാണ്. പിന്നെ നിവിൻ ചേട്ടൻ അറിയാലോ, ഏകദേശം ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകളൊക്കെ പ്രേക്ഷകർ 2 കൈ കൊണ്ട് സ്വീകരിച്ചതാണ്. അപ്പോൾ അതേപോലെ തന്നെ സ്വീകരിക്കുന്ന ഒരു പടം തന്നെയാണ്, സംശയമില്ല. അത് പ്രൊഡ്യൂസർ അസിസ്റ്റൻ്റ് ചേട്ടൻ എന്നുള്ള മാജിക് ഫ്രെയിമിൻ്റെ ഒരു സംഭവമുണ്ട്. ജനങ്ങൾക്ക് എന്താണോ വേണ്ടതെന്നുള്ള പ്രൊഡ്യൂസർക്ക് അറിയാം. അതന്നെയല്ല ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. പ്രൊഡ്യൂസറെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്താനെ സംബന്ധിച്ച് ജനങ്ങൾക്ക് എന്ത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറിഞ്ഞിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എന്തായാലും വിജയസാധ്യത കൂടുതലാണ്. നിവിൻ്റെ ഹിറ്റ് തന്നെ നല്ലൊരു ത്രില്ലിങ് ഇതാണ്. ബോബി സഞ്ജയ് കഥയാണ് ഏറ്റവും നല്ല തിരക്കഥ, സ്ക്രിപ്റ്റ് ഇതിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ സ്ക്രിപ്റ്റാണ്, അല്ലാതെ അനാവശ്യ സീനുകളൊന്നുമില്ല. ബോബി സഞ്ജയ് നല്ല രീതിയിലാണ്. പിന്നെ അരുൺ വർമ്മ ഡയറക്ഷൻ ആണെങ്കിലും എല്ലാവരും നല്ല ഉള്ള എല്ലാവരും. ലിജോ മോള് നല്ല രീതിയിൽ തന്നെ ലിജോ മോൾക്ക് നല്ല പെർഫോമൻസ് ഉള്ള ഒരു സ്ക്രിപ്റ്റാണ് ഇതിൻ്റെ മെയിൻ ഇതെന്ന് പറയുന്നത്. കഥയാണ് അതിൻ്റെ. നിവിൻ പോളി ആണെങ്കിലും നല്ലൊരു കമ്മാബാക്ക് സർവമായുടെ തിരിച്ചുവന്ന അതേ രീതിയിൽ തന്നെ ഒരു ത്രില്ലിങ് രീതിയിൽ തന്നെ ഉള്ളൊരു പടം. ഫസ്റ്റ് സീനായിട്ട് നമുക്ക് ഫസ്റ്റ് ഹാഫൊക്കെ ആണെങ്കിലും നല്ല ത്രില്ലറായിട്ട് തന്നെ നമുക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. നമുക്കിങ്ങനെ അനാവശ്യ സീനുകളൊന്നും ഇല്ലാതെ സസ്പെൻസായിട്ട് തന്നെ കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു പടം. ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. എല്ലാവരും പടത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഇന്ന ആവുന്നുണ്ട്. സംഗീതം നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീതം മാത്രമല്ല, അനുമോൾ പുള്ളിക്കാരുടെ പേര് എന്തോ ഒരു മോളാണല്ലോ. പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട്. നിവിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു മെസ്സേജൊക്കെ ഉണ്ട്. എല്ലാം കൊണ്ടും ഇത് ന്യൂ ജനറേഷൻ പരിപാടി തന്നെയാണ്. ഏതൊരു മനുഷ്യനും കണ്ണ് നനയാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാന്നുള്ള തെളിവ് ഈ സിനിമ തന്നെയാണ്. ഈ സിനിമ നിങ്ങൾ അച്ഛനമ്മമാർ കാണുക, സഹോദരങ്ങൾ കാണുക, സഹോദരികൾ കാണുക, ഈ സമൂഹം കാണുക, ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ഒരു പറ്റം ആൾക്കാർ, നമ്മുടെ യുവത്വങ്ങൾ ഇത് കാണുക, ഈ സിനിമ കാണുക. ഇത് മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണു നനയാതെ കാണാൻ പറ്റില്ല ഈ സിനിമ. മൂവിയാണ്. എന്താ പറയുക, ബോബി സഞ്ജയ് തിരക്കഥ, അരുൺ വർമ്മ ഡയറക്ഷൻ ചെയ്ത മൂവിയിൽ അത് ഞാനൊരു ചെറിയ പാർട്ടാണ്. സന്തോഷം. നല്ല മൂവി. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ തന്നെ പോയി കാണും. അല്ല, നമ്മുടെ നാട്ടിൽ പത്രങ്ങളിലാണെങ്കിലും മറ്റു മാധ്യമങ്ങളിലാണെങ്കിലും നമ്മൾ ഒരുപാട് കാണുന്നൊരു സബ്ജക്റ്റാണ്. അപ്പോൾ ബോബി സഞ്ജയ് എന്നുള്ള റൈറ്റർ വരുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കൂട്ടുകെട്ട് സംഭവിക്കുമ്പോൾ, 2010 ട്രാഫിക് എന്നുള്ള സിനിമയൊക്കെ നമ്മൾ കൈനീട്ടി സ്വീകരിച്ചതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവം സബ്ജക്റ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും വിജയസാധ്യത കൂടുതലാണ്. ഇത് വെറുതെ ഒരു സിനിമ 2 മണിക്കൂർ കണ്ട് പാട്ടോ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഇത് സബ്ജക്റ്റാണ് ഈ സിനിമ, കഥയാണ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ നല്ല സിനിമയാണ്. അപ്പോൾ പ്രേക്ഷകർ കാണുന്ന കുടുംബത്തോടൊപ്പം വന്ന്
കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സിനിമ. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ആ ഒരു ഇൻസിഡൻ്റ് ആയാലും കാര്യങ്ങളൊക്കെ ആയാലും സിനിമയുടെ ഉള്ളിലേക്ക് നമ്മൾ സംസാരിക്കേണ്ട ആവശ്യമില്ല. അത് നമുക്ക് പറയാനുള്ള പ്രേക്ഷകർ വന്ന് കാണും എന്നുള്ളതാണ്. സിനിമ കാണണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും, ഒരു കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കുടുംബത്തോടൊപ്പം തന്നെ മാക്സിമം കാണാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ബേബികൾ സിനിമയുടെ എനിക്ക് പറയാനുള്ളത്.